നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദിയിലെ ഗതാഗത നിയമ ലംഘകർക്ക് ഇനി ബ്ലാക്ക് പോയിന്റ് ഭയക്കണം. വാർത്തയിലേക്ക്. നിയമലംഘനങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഡ്രൈവർമാരുടെ ട്രാഫിക് ഫയലിൽ നിശ്ചിത ബ്ലാക്ക് പോയിന്റ് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ് ഇനി സൗദിയിൽ നിലവിൽ വരാൻ പോകുന്നത്. 3 വർഷത്തിനകം 90 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കുന്നവരുടെ ലൈസൻസ് അത്തരത്തിൽ റദ്ദ് ചെയ്യും എന്നാണ് വാർത്തകളിൽ സൂചിപ്പിക്കുന്നത്. ഗതാഗത നിയമ ലംഘനങ്ങളുടെ അപകട തോതിനനുസൃതമായാണ് ഡ്രൈവർമാർക്ക് നിശ്ചിത ബ്ലാക്ക് പോയിന്റ് നൽകുക. ആദ്യ നിയമ ലംഘനം രേഖപ്പെടുത്തി 3 വർഷത്തിനുള്ളിൽ 90 ബ്ലാക്ക് പോയിന്റ് ലഭിക്കുന്നവരുടെ ലൈസൻസുകൾ അത്തരത്തിൽ പിൻവലിക്കും. 36 നിയമ ലംഘനങ്ങൾക്ക് 2 ബ്ലാക്ക് പോയിന്റുകൾ വീതമാണ് ലഭിക്കുക. എന്നാൽ ചില നിയമലംഘനങ്ങൾക്ക് 3 ബ്ലാക്ക് പോയിന്റുകൾ വീതവും ലഭിക്കും. നിയമലംഘനത്തിന് രേഖപ്പെടുത്തുന്ന ബ്ലാക്ക് പോയിന്റുകളെ കുറിച്ച് SMS ആയും ഇമെയിലായും ഡ്രൈവർമാരെ അറിയിക്കും. നിയമലംഘനങ്ങളുടെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായോ സ്ഥിരമായോ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിൻവലിക്കുന്നതിനും പരിഷ്കരിച്ച ട്രാഫിക് നിയമാവലി അനുശാസിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഗതാഗത നിയമ ലംഘനം രേഖപ്പെടുത്തി 1 വർഷക്കാലം മറ്റു നിയമ ലംഘനങ്ങളൊന്നും തന്നെ നടത്താത്തവരുടെ പേരിൽ നേരത്തെ ചുമത്തിയ ബ്ലാക്ക് പോയിന്റുകൾ റദ്ദാക്കുകയും ചെയ്യും. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയായ ഗുരുതര നിയമ ലംഘനങ്ങൾ 1 വർഷത്തിനുള്ളിൽ രണ്ടാമതും ആവർത്തിക്കുന്നവർക്ക് നിയമം അനുശാസിക്കുന്ന കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും. അമിത വേഗത, മദ്യലഹരിയിൽ വാഹനമോടിക്കൽ, ചുവപ്പ് സിഗ്നൽ മറികടക്കൽ, അപകടകരമാം വിധം ഓവർടേക്ക് ചെയ്യൽ, എതിർദിശയിൽ വാഹനമോടിക്കൽ എന്നിവയടക്കം 9 നിയമ ലംഘനങ്ങളാണ് പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയായ നിയമലംഘനങ്ങളായി നിയമാവലി നിർണ്ണയിക്കുന്നത്. ഇനി സൗദിയിലെ ഡ്രൈവർമാർ കുറച്ച് സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം ഇത്തരത്തിലുള്ള ബ്ലാക്ക് പോയിന്റ് ലിസ്റ്റിലൊന്നും എത്തിപ്പെടാതിരിക്കാനും നന്നായി ശ്രദ്ധിക്കുക. പ്രവാസി മലയാളികൾ ഈ വാർത്ത ഗൗരവത്തോടെ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കട്ടെ. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.